നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ വലിയ ഒന്ന് രണ്ട് ലക്ഷ്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നിറവേറി എന്ന് പറയുന്ന വലിയൊരു സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ ലക്ഷ്യം എന്തായിരുന്നു, അതെങ്ങനെയാണ് നിറവേറിയെന്നുള്ളത് ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്. ആദ്യം നമുക്കത് കേട്ടിട്ട് വരാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ സഹോദരിക്ക് ആധാരം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആധാരം എടുത്ത് വളരെ സന്തോഷമായി എല്ലാവരുടെയും ഒരുമിച്ചിട്ടുള്ള സഹകരണത്തിന്റെ ഫലമായിട്ടാണ് ഇതെടുത്തത്. ഇത് ഏതാണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ബാങ്കിലിരിക്കുന്ന ഒരു ആധാരമാണ്. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു, അടവും മറ്റുമൊക്കെ ആയിട്ട്. പലിശ നല്ല രൂപത്തിൽ വന്നു. പിന്നെ അദാലത്തിലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഒക്കെ കിട്ടി അത് എടുക്കാൻ പറ്റി. എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് തന്നെയാണ്. ഇനിയും അടുത്ത പ്രശ്നമുള്ളത്, ഒന്ന് കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട്, പിന്നെ രണ്ട് വീട് ചോരാത്ത രൂപത്തിലെ മേൽക്കൂര ഒന്ന് റെഡിയാക്കി കൊടുക്കേണ്ടതുണ്ട്, മൂന്നാമതായിട്ടാണ് സർജറി. അപ്പോൾ സർജറി ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. കുറച്ചുകൂടി നമ്മൾ നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായിരുന്നാലും ആധാരം എടുത്ത് കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷം. എന്താ വെച്ചാൽ കുറേ 10 വർഷത്തിന് മേലായി ബാങ്കിൽ കിടക്കുന്ന ആധാറാണ്. എനിക്കിതൊരിക്കലും എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. അപ്പം നമ്മൾ കാണാത്തയും കേൾക്കാത്തയും ഒരുപാട് ആളുകൾ സഹായം കൊണ്ടും പിന്നെ ചേച്ചീൻ്റെ ഒരു എഫേർട്ട് കൊണ്ടും കൂടിയാണ് നമുക്ക് ഈ ആധാരം തന്നെ എടുക്കാൻ പറ്റിയത്. അതിൽ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ നന്ദി എന്നുള്ളത് 2 അക്ഷരം മാത്രമേ. ഇപ്പോൾ അതിന്മേലെ നമ്മൾ ഇവരോടൊക്കെ ബജറ്റിനോടും ടീച്ചറോടും ഒക്കെ ആയിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ടീം അംഗങ്ങളുള്ള എല്ലാ ആളുകളോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം എല്ലാവരും ഒരുമിച്ച് ഒരേ രൂപത്തിൽ വീഡിയോ ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും എത്തേണ്ടുന്ന സോഴ്സുകളിൽ എത്തേണ്ടുന്ന സമയം നോക്കി കൃത്യമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തതുകൊണ്ട് എല്ലാവരിലും എത്തി. അതുകൊണ്ട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി ഓപ്പറേഷനാണ് പ്രധാനമായിട്ടും വേണ്ടത്. കുറച്ച് പൈസയുണ്ട്, ബാക്കി കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേട്ടല്ലോ, ഇവരുടെ ആ രോഗത്തിന്റെ അതിന്റെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു അവരുടെ ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വീട് എന്നുള്ളത്. കാരണം ഒരമ്മയും പൊടി കുഞ്ഞുങ്ങളായിട്ടുള്ള 3 മക്കളും, ഈ 3 മക്കളെയും കൈ പിടിച്ച് എങ്ങോട്ടാണ് അമ്മ പോവുക ഈ രോഗാവസ്ഥയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ചോയ്സ് നമ്മൾ അതിന് തന്നെയായിരുന്നു കൊടുത്തത്. ടീച്ചർ, എങ്ങനെയൊക്കെയാണ് അതിന്റെ ആ വിവരങ്ങൾ പറയുകയാണെങ്കിൽ? 3 കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ, ഭർത്താവില്ല, വേറെ അവരെ സഹായിക്കാൻ ആരുമില്ല, സഹോദരങ്ങളൊന്നുമില്ല, ഏക മകളാണ്. വൃദ്ധയായിട്ടുള്ള അമ്മയുടെയും ബാധ്യത ഇവരുടെ തന്നെ കയ്യിലാണ്. ഇവരെ വീട്ടുജോലി ചെയ്ത് ജീവിക്കാൻ ആരംഭിക്കുന്നതിനിടയിലാണ് ഇവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്യൂമർ പ്രത്യക്ഷപ്പെടുന്നത്. നട്ടെല്ലിനോട് ചേർന്ന ഭാഗത്തുണ്ടായിരുന്ന ട്യൂമർ കുറച്ച് അപകടകാരിയായിരുന്നു. ഇവരുടെ പിന്നീടുള്ള ചലനശേഷി ഇവരെ ബാധിക്കാവുന്നതായിരുന്നു. പക്ഷെ അവർ ചികിത്സയൊന്നും ചെയ്തില്ല. പിന്നീട് കൈയും കാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊക്കാൻ പറ്റാതെയായി. കഴുത്ത് അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ കഴുത്തിനോട് ചുറ്റുന്ന ഭാഗത്ത് ഒരു 3 ട്യൂമർ ഉണ്ട്. നട്ടെല്ലിനോട് ചേർന്ന ഭാഗത്തുള്ള ട്യൂമർ ബഡ്ജ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുക, കൈയും കാലും സ്തംഭിക്കുക തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് വീട്ടുജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പിന്നെ ഇവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിരുന്നു. അത് എടുക്കാനും നിവൃത്തി ഉണ്ടായിരുന്നില്ല. സർജറി ചെയ്യണം, മെഡിസിൻ സൗകര്യങ്ങൾ കിട്ടണം. ഇതൊക്കെയാണ് അവര് നമ്മുടെ മുമ്പിലേക്ക് വെച്ച ചില ആവശ്യങ്ങൾ. 1.5-2 വർഷത്തോളമായിട്ട് 1 രൂപ പോലും ആധാരത്തിന് അടച്ചിട്ടില്ല. ആകെയുള്ളതിൽ 3-4 സെന്റ് ഭൂമി, അത് ലക്ഷം വീടാണ്, അമ്മയുടേതാണത്, ഇവർക്ക് കൊടുത്തതാ. അപ്പോ അതിന് മേൽക്കൂരയൊന്നുമില്ല. ലൈഫിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയത് വെച്ചിട്ട് അവരെന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്തത്, അതിന് മേൽക്കൂരയില്ല. അങ്ങനെ വന്നപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നു. വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരുന്നു. നിരന്തരം ബാങ്ക് ഉദ്യോഗസ്ഥര് വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ അവരുടെ ചികിത്സകളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയിൽ തന്നെ കുറേശ്ശെ പൈസ വീതം അടച്ചടച്ച് ഒടുവിൽ നിങ്ങൾ എല്ലാവരും കൂടി സ്വരൂപിച്ച പൈസ എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളത് ആധാരം തിരിച്ചെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ 2 വയസ്സുള്ള കുഞ്ഞടക്കമുണ്ട്. അവർക്ക് ജീവിക്കാൻ മുമ്പോട്ട് ഒരു മാർഗവുമില്ല. ഇനി നമ്മുടെ അടുത്ത ഒരു ലക്ഷ്യവും കൂടിയുണ്ട്. അതിനും കൂടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ഇനി ഇവർക്ക് സർജറി ചെയ്യാനുണ്ട്. 2 സർജറിയാണ് ചെയ്യേണ്ടത്. നട്ടെല്ലിനോട് ചേർന്ന ഭാഗത്തുള്ള ആ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന അപകടകാരിയായിട്ടുള്ള ട്യൂമർ റിമൂവ് ചെയ്യണം. അതിനകത്ത് മാംസം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഡോക്ടർ ഇപ്പോഴുള്ള ടെസ്റ്റിൽ പറഞ്ഞത്. അതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള ട്യൂമറിനകത്ത് വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ട് കുമിളകളായിട്ട്. അപ്പൊ വീണ്ടും വീണ്ടും കുമിളകൾ പ്രത്യക്ഷപ്പെടാനുള്ള, ഇതുപോലെയുള്ള ട്യൂമറുകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നും അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നതിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്. പക്ഷേ
അതുകൊണ്ട് മാത്രം സർജറി പൂർത്തീകരിക്കാൻ പറ്റില്ല. ഒരു സർജറിക്ക് 3 ലക്ഷം രൂപയും മറ്റൊരു സർജറിക്ക് 2.5 ലക്ഷം രൂപയും, അങ്ങനെ 5 ലക്ഷം രൂപയും വേണം. പിന്നെ ഇവർക്ക് ഒരു 6 മാസമെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും. അതിനും ഇനിയും ഒരു ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ചോദിക്കാനാണ് വീണ്ടും ലൈവിൽ വന്നത്. കൂടുതലൊന്നും പറയാനില്ല മാന്യ പ്രേക്ഷകരുടെ. നമ്മുടെ ആ 1 ലക്ഷം പൂർത്തീകരിച്ചു. ഇനി അടുത്തത് അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അവർക്കൊരു മോചനം. മാത്രമല്ല ആ കുഞ്ഞു മക്കൾ അവരുടെ സ്കൂൾ പഠനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു സഹായം കൂടി വേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വെക്കുകയാണ്. ഞങ്ങൾ ഈ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ ആരും അതൊരു വിമുഖതയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ശല്യമായിട്ടോ എടുക്കരുത്. വേറെ നിവൃത്തിയില്ല. കാരണം നമ്മൾക്ക് പറ്റാവുന്നിടന്നെല്ലാം തിരിമറിയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. അതിന്റെ അവസാനത്ത് എത്തിയത് കൊണ്ട്, അതിന്റെ ലിമിറ്റ് കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് തുടർച്ചയായിട്ട് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് അതിന്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും വീണ്ടും സഹായിക്കുമെന്ന ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. നമസ്കാരം.